കവിത പോലെ തുടങ്ങിയ കരിയർ ഒരു പ്രാർത്ഥന പോലെ അവസാനിക്കുന്നു. പച്ചപ്പുൽ മൈതാനങ്ങളിൽ സാമ്പയുടെ താളം കൊണ്ടു നടന്ന ആ മാന്ത്രികൻ ഇന്ന് അവസാനമായി തൻ്റെ ബ്രസീൽ കുപ്പായം അഴിച്ചുവെക്കുന്നു. നെയ്മർ ജൂനിയർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓരോ ഫുട്ബോൾ ആരാധകൻ്റെയും മനസ്സിൽ ഒരു മായാജാലം തെളിയാറുണ്ട്. പന്തിനെ വെറും ഒരു വസ്തുവായല്ല, അത് തൻ്റെ പ്രാണവായുവായി തന്നെയാണ് അവൻ കണ്ടത്. എതിരാളിയുടെ പ്രതിരോധം ഭേദിക്കുമ്പോൾ അയാൾക്ക് അത് പോരാട്ടമായിരുന്നില്ല, അത് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു. ലോകത്തെ വിസ്മയിപ്പിച്ച ആ ട്രിബ്ലിങ്ങുകളും കരളലയിക്കുന്ന ആ പാസുകളും. ഫുട്ബോൾ എന്ന കലയെ നെയ്മർ മനോഹരമാക്കിയത് തൻ്റെ ജീവൻ നൽകി തന്നെയാണ്. സാന്റോസിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങിയ ആ സ്വപ്നയാത്ര ബാഴ്സലോണയുടെ കൊടുമുടിയിലെത്തി. MSN സഖ്യത്തിനൊപ്പം ചരിത്രങ്ങൾ കുറിച്ചു. എന്നാൽ പരിക്കുകൾ എപ്പോഴും അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. വീഴുമ്പോഴൊക്കെയും ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ തിരിച്ചെത്തി. വേദനകൾക്ക് നടുവിലും അയാൾ മൈതാനത്ത് ചിരിച്ചു. കളി തുടർന്നുകൊണ്ടേയിരുന്നു. 2026 ലോകകപ്പ്. വിധിയുടെ തീരുമാനത്തിന് മുന്നിൽ ബ്രസീലിന് തലകുനിക്കേണ്ടി വന്നു. പകരക്കാരനായി ഇറങ്ങിയ ആ അവസാന 23 മിനിറ്റുകളിൽ അവൻ കളിച്ചത് തൻ്റെ ഹൃദയം കൊണ്ടായിരുന്നു. ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റി, അതായിരുന്നു അവൻ്റെ അവസാന ചുംബനം ആ പന്തിനോട്. ഗോൾ വല കുലുങ്ങിയപ്പോൾ ആ കണ്ണുകളിൽ കണ്ടത് വെറുമൊരു ഗോളായിരുന്നില്ല, ഒരു യുഗത്തിൻ്റെ വിടവാങ്ങൽ കൂടിയായിരുന്നു. ഞാൻ ശ്രമിച്ചു, എല്ലാം അവസാനിച്ചു. ആ വാക്കുകൾ കാറ്റിൽ അലയടിക്കുന്നു. പരിക്കുകളും തോൽവികളും അദ്ദേഹത്തെ തളർത്തിയിട്ടുണ്ടാവാം, പക്ഷേ നെയ്മർ എന്ന ആ പേര് ഫുട്ബോളിൻ്റെ ചരിത്രത്താളുകളിൽ എക്കാലവും ജ്വലിച്ചു നിൽക്കും.